ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ചെമ്പരനീർ പൂവിൽ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ബംഗ്ലാവിൽ പ്രേതം ഉണ്ടോ എന്നറിയാനായിട്ട് ആനന്ദ് ഒരു മന്ത്രവാദിയെ കൂട്ടിക്കൊണ്ട് വരുവാണ്. മന്ത്രവാദി വന്ന് നോക്കുന്ന പൂജയൊക്കെ നടത്തും. ആ സമയത്ത് പ്രേതമൊന്നും ഇല്ലെന്ന് പറയും. എങ്കിലും മന്ത്രവാദിക്ക് പൂജ ചെയ്തതിൻ്റെ വകയായിട്ട് 12,000 രൂപ ശ്രുതി കൊടുക്കേണ്ടി വരും. അതിനുശേഷം ബാങ്ക് ലോണിന് വേണ്ടി ശ്രുതി അപ്ലൈ ചെയ്തിരുന്നു. 2 കോടി രൂപ മാത്രമേ ബാങ്കിൽ നിന്ന് ലോണായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. പക്ഷേ വിശ്വനാഥന് ബാലൻസ് കാശായ 2,70,00,000 രൂപ കൊടുക്കണം. അപ്പോൾ ബാലൻസ് 70,00,000 രൂപ എങ്ങനെ കൊടുക്കുമെന്ന് ശ്രുതിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, നമുക്ക് അച്ഛനോട് വീട്ടിന് ഷെയർ ആവശ്യപ്പെടാമെന്ന് പറയും. അങ്ങനെ രവീന്ദ്രനോട് വന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ ബാക്കി 70,00,000 രൂപ അച്ഛൻ ഞങ്ങളെ തന്നെ സഹായിക്കണം. എൻ്റെ കയ്യിൽ കാശില്ലെന്ന് പറയുമ്പോൾ അച്ഛൻ നമ്മുടെ വീട്ടിൽ എനിക്കൊരു ഷെയർ ഉണ്ടല്ലോ, അത് അച്ഛൻ എനിക്ക് തരണമെന്ന് പറയും. അവിടം വരെയാണ് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. രവീന്ദ്രനോട് ശ്രുതി 70,00,000 രൂപ ആവശ്യപ്പെടുകയാണ്. 70,00,000 രൂപയ്ക്ക് പകരം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഷെയർ വീതം ശ്രുതിക്ക് കൊടുക്കണമെന്ന് പറയും. പക്ഷേ രവീന്ദ്രൻ പറയും, ആ വീട് വിൽക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് 3 പേർക്കും കൂടി ഉള്ള വീടാണ്. അത് മാത്രമല്ല, ആ വീട് നിങ്ങളുടെ അമ്മയുടെ കൂടി പേരിലുള്ളതാണ്. അത് നിങ്ങളുടെ മുത്തശ്ശൻ അവൾക്ക് കൊടുത്തതാണ്. അത് വിറ്റ് കളയാൻ പറ്റത്തില്ലെന്ന് പറയും. നീ നിൻ്റെ അമ്മയോട് സംസാരിക്കാൻ പറയും. അങ്ങനെ അമ്മയോട് പറയും, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോനല്ലേ ഞാൻ, എൻ്റെ ഒരു വീട് മേടിക്കാൻ വേണ്ടിയല്ലേ അമ്മ ആ വീട്ടിനെ ഷെയർ ചെയ്ത് എനിക്ക് തരാൻ അച്ഛനോട് പറഞ്ഞെന്ന് പറയും. ശ്രുതി അത് പെട്ടെന്നൊന്നും അത് ഷെയറൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നടക്കത്തില്ല, വീട് വിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്നാണ് ചന്ദ്രമതി പറയും. ഓ, അപ്പോൾ എന്നെ സഹായിക്കാൻ ഈ സമയത്ത് ആരുമില്ല. അപ്പോൾ ശ്രീകാന്ത് പറയും, ചേട്ടൻ വീട് മേടിക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് വിറ്റിട്ട് വേണോ ചേട്ടൻ വീട് മേടിക്കാമെന്ന് പറയും. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അസൂയാണ് ഞാൻ ഈ വീട് മേടിക്കുന്നത്. 3 കോടി രൂപ വിലയുള്ള ബംഗ്ലാവ് ഞാൻ മേടിക്കുന്നതിന് അസൂയ കൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് പറയും. നിങ്ങൾ സച്ചി പറയും, എടാ നീ വെറുതെ അനാവശ്യം പറയരുത്, ഞങ്ങൾക്ക് എന്തോ അസൂയ, നീ വീട് മേടിക്കുന്നതൊക്കെ നല്ല കാര്യം, അത് സ്വന്തമായിട്ട് മേടിക്കണം, അല്ലാതെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും എങ്ങോട്ട് പോകും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും വീട് ഷെയർ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് സ്വന്തമായിട്ടൊരു ട്രാവൽ ഏജൻസിയും നിനക്ക് സ്വന്തമായിട്ടൊരു ഹോട്ടൽ വിടാമല്ലോ. ഓ, എന്തൊരു നല്ല തീരുമാനം, നിൻ്റെ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയല്ലേ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും. എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നടക്കണം, എനിക്കിപ്പോൾ 70,00,000 രൂപ വിശ്വനാഥ സാറിന് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ അവിടെ ഒരു സംസാരം അടിയൊക്കെ ആവും. ഉടനെ രവീന്ദ്രൻ പറയും, നിർത്ത്, എന്ത് സംഭവിച്ചാലും വീട് ഭാഗം വെക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ തീർത്ത് തന്നെ രവീന്ദ്രൻ പറയും. ഉടനെ ശ്രുതി പറയും, വാ ശ്രുതി, നമ്മൾ മാത്രമേ ഉള്ളെന്ന് പറയും. ഉടനെ സച്ചി പറയേ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനൊക്കെ കാശ് തന്നത് നിൻ്റെ മലേഷ്യയിലുള്ള നിൻ്റെ അങ്കിളല്ലേ, നിൻ്റെ അങ്കിളിനെ തന്നെ വിളിച്ച് ചോദിക്കാൻ പറയും. ഉടനെ ചന്ദ്രമതിക്ക് ഒരു കച്ചിത്തുരുമ്പാണ്. ചന്ദ്രമതിയും പറയും, അത് ശരിയാ ശ്രുതി, നീ നിൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിക്കാൻ പറയും. അത് ആൻറ്റി, അച്ഛൻ ജയിലിലാണല്ലോ. ശരി, അച്ഛൻ ജയിലിലാണ്, നിൻ്റെ മലേഷ്യയിലുള്ള നിൻ്റെ അങ്കിളുണ്ടല്ലോ, അങ്കിളിനെ വിളിച്ച് പറയാൻ പറയും. അങ്കിളാണല്ലോ നിങ്ങൾക്ക് ഷോപ്പ് തുടങ്ങാനായിട്ട് 50,00,000 രൂപ തന്നേന്ന് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യും, അങ്കിളിനോട് വിളിച്ച് ചോദിക്കും. അത് അങ്കിളിനെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടത്തില്ല, നിൻ്റെ അച്ഛൻ്റെ ബാങ്ക് അക്കൗണ്ടിലേ മരവിച്ച് കിടക്കുന്നത്, നിനക്ക് അക്കൗണ്ടിലുള്ള കാശ് എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമല്ലോ. നീ ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും സംസാരിച്ചിട്ട് നിനക്ക് വീട് മേടിക്കാനുള്ള ബാലൻസ് പൈസ തരാൻ പറയും. അത് നീ വിളിക്ക് ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ശ്രുതി അവിടെ നിന്നോട്ട് ഫോൺ വിളിക്കുന്നത് മീരയാണ് അങ്കിളെന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. അപ്പോൾ രേവതി അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കും. ആ അങ്കിളെ എന്ന് പറയും. അങ്കിളോ? അപ്പോൾ നീ എവിടെയോ അപകടത്തിൽ പെട്ടിട്ടുണ്ടല്ലേ എന്ന് മീരയ്ക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാം ചോദിക്കുന്നതും തിരിച്ച് മറുപടി പറയുന്നതും എല്ലാം ശ്രുതി തന്നെയാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് മീരയാണല്ലോ. അങ്ങനെ അങ്കിളിനോട് സംസാരിക്കുന്ന കണക്ക് ശ്രുതി മീരയോട് സംസാരിക്കുകയാണ്. അപ്പോൾ രേവതിക്ക് എന്തോ സംശയം തോന്നും. ഓ, അങ്ങനെയാണോ, ഒരു രക്ഷയില്ലയോ എന്നൊക്കെ സംസാരിക്കും. അപ്പോഴേ അത് എന്തായി ശ്രുതി, അത് പൈസ കിട്ടത്തില്ല ആൻറ്റി, ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്കിളിന് 70,00,000 രൂപയൊന്നും റോൾ ചെയ്യാൻ പറ്റത്തില്ല തന്നെ പറയുമെന്ന് പറയും. ഓ, അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് പറയും. എന്തായാലും ഞങ്ങൾ ആ വീട് മേടിക്കും, നിങ്ങളുടെ ആരും സഹായം ഇല്ലാതെ ഉണ്ടെന്ന് പറയും. അങ്ങനെ ശ്രുതിയും കൂടി അങ്ങ് അകത്ത് കയറി പോവുകയാണ്. അതിനുശേഷം ശ്രീകാന്തും വർഷയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. ശ്രീകാന്ത് പറയും, എന്നാലും ശ്രുതിയേട്ടന് എങ്ങനെ തോന്നി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് വിറ്റ് അവകാശം കൊടുക്കണമെന്നൊക്കെ പറയാൻ? അത് ചോദിക്കുക, അതിപ്പോൾ ഈ 3 കോടി രൂപയുള്ള ബംഗ്ലാവിനുള്ള ബാലൻസ് കൊടുക്കണ്ടായോ ശ്രീകാന്ത്, അതുകൊണ്ടായിരിക്കും. നിനക്ക് വിഷമമുണ്ടോ വർഷേ, അവരിപ്പം ബിസിനസ് തുടങ്ങി, പിന്നെ കാറെടുത്തു, അതിനുശേഷം ഇപ്പോൾ അവർ പുതുതായിട്ട് വീട് മേടിക്കാൻ പോകുന്നു, എനിക്കൊന്നും നേടിത്തരാൻ പറ്റില്ലെന്ന് പറയും. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ശ്രീകാന്തേ, നിനക്ക് നല്ല നല്ല അംബീഷൻസ് ഉണ്ടല്ലോ, നിനക്ക് സ്വന്തമായിട്ടൊരു വലിയ റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ടല്ലോ, അതിന് വേണ്ടി നീ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അത്രയും മതി. പെട്ടെന്നൊന്നും പണക്കാരൊന്നും ആവണ്ട, നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ സമ്പാദിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ പറ്റും, എനിക്ക് ഇത്രയൊക്കെ സന്തോഷം മതിയെന്ന് പറയും. ഉടനെ പറയും, അതിപ്പം ശ്രുതി ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രമാണ് നിൻ്റെ ചേട്ടൻ കറക്റ്റായിട്ട് ജോലിക്കെങ്കിലും വന്നു. മുമ്പ് അറിയാമല്ലോ സച്ചേട്ടൻ ബീച്ചിലിട്ട് പിടിച്ച കാര്യമൊക്കെ,
ഞാൻ എപ്പോഴും മുമ്പ് കരുതിയത് സച്ചിയേട്ടനാ വലിയ പ്രശ്നക്കാരെന്നാണ്. പക്ഷേ നിൻ്റെ സുധിയേട്ടൻ ഭയങ്കര മണി മൈൻഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് പറയും. അതൊന്നും നിനക്ക് അങ്ങനെ തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് വിറ്റ് അവകാശം വേണമെന്നൊക്കെ ആരെങ്കിലും പറയുമെന്ന് പറയും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ ശ്രുതിയും കൂടി അവരുടെ റൂമിലോട്ട് കടന്നു വരുന്നത്. അത് ചോദിക്കും, എന്താ സുധിയേട്ടാ അത് നിങ്ങൾ സംസാരമൊക്കെ താഴത്തെ കേട്ടില്ലേ, ഞങ്ങൾക്ക് വിശ്വനാഥ് സാറിന് ബാലൻസ് കാശ് കൊടുക്കണം, ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്തപ്പോൾ 2 കോടി രൂപ മാത്രമേ ഷോപ്പിൻ്റെയും വീടിൻ്റെയും കൂടി പ്രമാണം കൊടുത്താൽ കിട്ടത്തോളം എന്ന് പറഞ്ഞു. ബാക്കി 70 ലക്ഷം രൂപയും കൂടി കൊടുക്കണം, അതിന് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറയും. ഉടനെ ശ്രീകാന്ത് പറയും, ഞാനിവിടെ സഹായിക്കാനാണ്, നീ വിചാരിച്ചാൽ നടക്കും ശ്രീകാന്തേന്ന് ശ്രുതിയും പറയും. നീ വർഷയുടെ അച്ഛനോടോ സംസാരിക്കാൻ പറയും. വർഷയുടെ അച്ഛനോടോ? ശ്രുതിയുടെ അടുത്ത് എന്തായി പറയുന്നത്, അത് ഞങ്ങൾക്ക് കടവാട്ട് തന്നാൽ മതി, ഞങ്ങൾ പലിശ തരാമെന്ന് പറയും. ഞങ്ങൾക്കൊന്ന് പലിശ കൊടുപ്പുണ്ടോയെന്ന് ചോദിക്കും. പ്ലീസ് വർഷേ, നിനക്ക് വേണ്ടിയല്ലേ അവർ സമ്പാദിക്കുന്നത്, നീ ചോദിച്ചാൽ അവർ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും തരും. ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ നീയോ സംസാരിക്കും. എൻ്റെ ശ്രദ്ധ ചേച്ചി, നമ്മൾ ഒരിക്കലും നമ്മുടെ അച്ഛനെയും അമ്മയും ഡിപ്പെൻഡ് ചെയ്ത് ആവരുത് ജീവിക്കുന്നത്. നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ഉയർച്ചയിലെത്താൻ സാധിക്കും. ഞങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി ഒന്ന് തരണം ചെയ്യണം. അപ്പോൾ 70 ലക്ഷം രൂപ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ കാശ് തിരിച്ചു തരാമെന്ന് പറയും, പലിശ ഉൾപ്പെടെ. ഞാൻ എൻ്റെ അച്ഛനോട് ചോദിക്കത്തില്ലെന്ന് പറയും. ഉടനെ ശ്രീകാന്ത് പറയും, അത് നടക്കത്തില്ല, ഞങ്ങളായിട്ട് ഒരിക്കലും അവർ സഹായം സ്വീകരിച്ചിട്ടില്ല, അവരായിട്ട് അറിഞ്ഞെന്തെങ്കിലും തരുമെന്നല്ല, ഞങ്ങളായിട്ടൊന്നും ചോദിക്കത്തില്ലെന്ന് പറയും. അല്ലെങ്കിൽ അവരെൻ്റെ പേര് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആയിക്കോട്ടെ, ഞാനായിട്ട് ഒരിക്കലും അവരുടെ ഒരു സഹായം തേടി പോയിട്ടില്ല. മുൻപ് ഒരു തവണ എനിക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടി വർഷയുടെ അമ്മ ഒരു ബ്ലാഞ്ചൊക്കെ എഴുതി ഒപ്പിട്ട് തന്നിരുന്നു. അന്ന് പോലും ഞാൻ മേടിച്ചില്ല. ആ സമയത്ത് വർഷം പറയും, ആ സമയത്ത് എനിക്ക് അവനോട് നല്ല പ്രൗഡാണ് തോന്നിയത്. കാരണം ഒരിക്കലും നമ്മൾ ആരുടെയും സഹായം സ്വീകരിക്കരുതെന്ന് പറയും. ഇപ്പം തന്നെ ആ വീട്, നമ്മൾ താമസിക്കുന്ന വീട് വിറ്റ് അതിൻ്റെ ഷെയർ ചോദിച്ചത് തന്നെ തീരെ ശരിയായില്ല. അപ്പോൾ നമ്മളെല്ലാവരും എങ്ങോട്ട് താമസിക്കും എന്നൊക്കെ സുധീർത്ത് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ സഹായിക്കത്തില്ലേ, ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പറ്റത്തില്ല. എടാ, ഇപ്പം നിനക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നിൻ്റെ ഭാര്യയുടെ അച്ഛൻ നിന്നെ സഹായിക്കത്തില്ല, നീ അതുപോലെ കരുതിയാൽ മതി. ഇതിനു വേണ്ടി സുധിയേട്ടൻ എനിക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും സഹായം സുധിയേട്ടൻ ചെയ്തിട്ടുണ്ടോ? ആ സമയത്തൊക്കെ അല്ലേ സച്ചിയേട്ടനാണ് എനിക്ക് ബുക്കുകൾ മേടിക്കാനും എൻ്റെ ഫീസ് അടയ്ക്കാനും എനിക്കെല്ലാം സഹായം ചെയ്തു തന്നിട്ടുള്ളത്. എടാ, അന്ന് എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. അന്ന് മുമ്പേ സച്ചി മുന്നേ വണ്ടി ഓടുമായിരുന്നല്ലോ, അതുകൊണ്ടായിരുന്നല്ലോ. എന്ത് പറഞ്ഞാലും സുധിയേട്ടാ, ഞാൻ വർഷയുടെ വീട്ടിൽ പോയി ഒരു സഹായം ചോദിക്കത്തില്ലെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ സഹായിക്കത്തില്ലേ എന്ന് ചോദിക്കും. ഈ ഒരു കാര്യം നടക്കത്തില്ലെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കെറിവിച്ചങ്ങ് പോവുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയാണ്. സച്ചിയെടുത്ത് രേവതി പറയും, സച്ചിയേട്ടാ, എനിക്കൊരു സംശയം, ശ്രുതി സംസാരിച്ചത് അവളുടെ ഇളയച്ചനോടാണോ എന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് അവൾ സംസാരിച്ചപ്പോഴേ ചോദ്യങ്ങൾ ചോദിക്കും, തിരിച്ച് മറുപടി പറയും, എല്ലാം ചെയ്യുന്നത് ശ്രുതി തന്നെ ആയിരുന്നു. മറ്റൊരാൾ സംസാരിക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നിയില്ലെന്ന് പറയും. ആണോ? അത് അവൾ ഭയങ്കര ഫ്രോഡാണ് രേവതി, അവന് പറ്റിയ ഭാര്യ തന്നെ അവൾ പണ്ടേ ഞാൻ പറയത്തില്ല അവൾ ഫ്രോഡാണെന്നുള്ളത്. അവൾ എന്തൊക്കെയോ കള്ളത്തരോ അവൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറയും. ആ ശരി, അപ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് അത്രയും വലിയ കൂടിയ ബംഗ്ലാവൊന്നും വേണ്ട അല്ലേ രേവതി? പിന്നെ നമുക്ക് 3 കോടി രൂപ ബംഗ്ലാവൊന്നും വേണ്ട. പിന്നെ നിനക്ക് എങ്ങനത്തെ വീടാണ് ഇഷ്ടം? നമ്മൾ താമസിക്കുന്ന പോലത്തെ വീടാണോ? അത്രയും വലുത് വേണ്ട. എനിക്ക് നമ്മുടെ അച്ഛമ്മയുടെ വീട് പോലുള്ള അതൊരു കുഞ്ഞു വീടാണ് താമസിക്കാൻ ഇഷ്ടമെന്ന് പറയും. അതൊരു ഗ്രാമത്തിൽ. ഓ, അതാണോ നിൻ്റെ ഇഷ്ടം? എൻ്റെ മനസ്സും അതുപോലെ തന്നെ രേവതി, എൻ്റെ അച്ഛമ്മയുടെ വീട് കണക്ക് അച്ഛമ്മയുടെ ഗ്രാമത്തിൽ തന്നെ താമസിക്കണമെന്നാണ്. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പം നമുക്ക് അച്ഛമ്മയുടെ കൂടെ അച്ഛമ്മയുടെ നാട്ടിൽ പോയി താമസിക്കാമെന്ന് പറയും. പിന്നെന്താ, അങ്ങനെ അവർ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്താണ് ഒരു കോള് വരുന്നത്. അത് മറ്റാരുടേതും ആയിരുന്നില്ല, നീലിമയുടെ ആയിരുന്നു. അങ്ങനെ ആ നീലിമ മേഡം എന്ന് പറയാം, ആ സച്ചി, നാളെ സച്ചി തിരക്കിലാണോ? അല്ല മേഡം, പറഞ്ഞു, ഞാനിപ്പം ബാംഗ്ലൂരുണ്ട്, എനിക്ക് നാളെ നാട്ടിലോട്ട് വരണം, അപ്പം രാവിലെ എന്നെ എയർപോർട്ടിലോട്ടൊന്ന് വരാമെന്ന് ചോദിക്കും. അതിനെന്താ മേഡം, ഞാൻ വരാമെന്ന് പറയും. ശരി സച്ചി എന്ന് പറയും. ആരാ ചേട്ടാ? അത് നീലിമ മേഡമാണ് വിളിച്ചത്, ഞാൻ പറഞ്ഞില്ലേ കാനഡയിലുള്ള. നാളെ മേഡത്തിന് വിളിക്കാനായിട്ട് ചെല്ലുമെന്ന് ചോദിച്ചതാന്ന് പറയും. ആണോന്ന് പറയും. അങ്ങനെ നീലിമയെ കൂട്ടാനായിട്ട് സച്ചി നാളെ എയർപോർട്ടിലോട്ട് പോകും. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി സച്ചിയും നീലിമയും തമ്മിലുള്ള കണ്ടുമുട്ടലാണ്. ആ കണ്ടുമുട്ടലിൻ്റെ അവസാനം ശ്രുതിയും അകപ്പെടും. കാരണം അവരുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ മോട്ടിച്ചുകൊണ്ട് പോയത് നീലിമയെന്ന് പറഞ്ഞിട്ടുണ്ട്. നീലിമ തന്നെ സത്യം പറയും. 50 ലക്ഷം രൂപയും പലിശ ഉൾപ്പെടെ 55 ലക്ഷം രൂപ ശ്രുതിയും ചേർന്ന് കൈപ്പറ്റിയ കാര്യം സച്ചി അറിയും. അപ്പോൾ ഇനി അതിനുശേഷം ചന്ദ്രോദയത്തിൽ നടക്കുന്ന സംഭവവികാസമായ മുഹൂർത്തങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.